Hi, hello, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഒരുപാട് സമയം കിച്ചണിൽ ചെലവഴിക്കാണ്ട് പെട്ടെന്ന് അടുക്കള പണിയൊക്കെ തീർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ചെറിയ ഫംഗ്ഷൻ ഒക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും, ഇപ്പോൾ റംദാൻ മന്താണല്ലോ, അപ്പോൾ നമുക്ക് അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ തയ്യാറാക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കള പണിയൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞ് കിട്ടും. ഇപ്പം ഞാനിത് തയ്യാറാക്കുന്നത് എനിക്കുള്ള വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യം നമുക്ക് പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാവാം. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നാൽ കഴുകാറില്ല കേട്ടോ, കഴുകാണ്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. കഴുകി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഈർപ്പം കാരണം പെട്ടെന്ന് ഈ ഇലകളൊക്കെ ചീത്തയായിട്ട് പോകാറുണ്ട്. ആദ്യം നമുക്ക് മല്ലിയില ഒന്ന് സ്റ്റോർ ചെയ്യാം. അതിനായിട്ട് ഞാൻ അതിൻ്റെ വേരിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ചീത്ത ഇലകളൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റോറേജ് ബോക്സിൽ ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന ബോക്സിൽ ഈർപ്പം ഉണ്ടാവാതിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഈ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ചൊന്നും വെച്ച് കൊടുക്കരുത്, അത് ഈ ഒരു രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതിന് മുകളിൽ ഒരു പേപ്പർ കൂടി, ഒരു ടിഷ്യൂ പേപ്പർ കൂടി വെച്ചിട്ട് നല്ലതുപോലെ ക്ലോസ് ചെയ്ത് നമ്മൾ ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു ഡ്രോയിൽ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഈ ഒരു മല്ലിയില ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് പുതിനയില ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. പുതിനയില ഞാൻ സാധാരണയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഓരോ ഇലകളും അടർത്തി മാറ്റിയിട്ട് ഒരു ബോക്സിനുള്ളിലാക്കിയാണ് വെക്കുന്നത്. അപ്പം പെട്ടെന്ന് ഈ ഇലകളൊക്കെ നമുക്ക് എങ്ങനെയാണ് അടർത്തിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ എല്ലാം വീട്ടിൽ ഇതുപോലെ ഫ്രൈ ചെയ്ത ഐറ്റംസൊക്കെ കോരിയെടുക്കുന്നൊരു തവി ഉണ്ടാവുമല്ലോ. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരി അടച്ചിടുന്ന ആ ഒരു കണ്ണാപ്പം ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചാലും മതി. അതിൽ ഓരോ ഹോൾസിലേക്കും ഇതുപോലെ ഓരോ പുതിനയിലയുടെ തണ്ട് കയറ്റി ഇങ്ങനെയൊന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓരോ ഇലയും അടർത്തി മാറ്റിയെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ നമ്മൾ ഓരോ ഇലയും അടർത്തി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ചട്നിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് ചട്നിയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അടർത്തിയെടുത്ത ഇലകളൊക്കെ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ബോക്സിനുള്ളിൽ നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്തതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ ആദ്യം വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഇലയിലുള്ള ഈർപ്പമൊക്കെ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. അതിനുശേഷം അതിന് മുകളിൽ നമുക്ക് ഇതുപോലെ ഇല വെച്ചതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്തെടുത്താൽ മതി. ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ കറിവേപ്പിലയും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കൂടുതൽ തേങ്ങ ചിരകാണ്ട് എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. പ്രത്യേകിച്ചും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തേങ്ങയുടെ ആവശ്യം വരാറുണ്ടല്ലേ. ആ ഒരു സമയത്ത് നമുക്ക് ഇത് ചിരകിയെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മുന്നേ ഒന്ന് ഇതുപോലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളപ്പണിയൊക്കെ വളരെ വേഗത്തിൽ കഴിഞ്ഞ് കിട്ടും. അതിനായിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ ഇതുപോലെ ഒരു ഇടികല്ല് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ചിരട്ടയൊക്കെ ആദ്യം ഒന്ന് പൊട്ടിച്ചു മാറ്റും. അതിനുശേഷം അതിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അത് ഞാനൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ബട്ടണിൽ ഉപയോഗിച്ചിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോഴേക്ക് നമ്മൾ ചിരകിയെടുത്ത അതേപോലെ തന്നെ നമുക്ക് തേങ്ങ കിട്ടും. മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പം ഒട്ടും തന്നെ വെള്ളനനവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ പൾസ് ബട്ടണിൽ തന്നെ കറക്കിയെടുക്കാനും ശ്രദ്ധിക്കണേ. ഈ ഒരു രീതിയിൽ നമ്മൾ കറക്കിയെടുത്തതിന് ശേഷം ഒരു ബോക്സിലാക്കി സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ആ തേങ്ങയ്ക്ക് കളർ ചേഞ്ച് ഉണ്ടാകുകയോ അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകുകയോ ഒന്നും തന്നെ ചെയ്യില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ മിക്കപ്പോഴും തേങ്ങ സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളതാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലത്തുള്ള പണികളൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാനായിട്ട് കഴിയും.
എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ അത് നമുക്ക് കുറച്ച് കാലം നല്ലതുപോലെ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇന്ന് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പ്രത്യേകമാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യം ഞാൻ കുറച്ച് വെളുത്തുള്ളി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ആ ഒരു ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ച് നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗളിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും ഇതിൻ്റെ കളറൊന്നും തന്നെ ചേഞ്ച് ആവില്ല കേട്ടോ. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. അത് നമ്മൾ എണ്ണയിൽ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ അരച്ചെടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാലും ഈ വെളുത്തുള്ളിയുടെ ഒന്നും കളറ് ഒട്ടും തന്നെ മാറത്തില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇഞ്ചി കൂടി ഇതേ രീതിയിലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാൻ അതിലും ആവശ്യത്തിന് ഉപ്പും നമ്മൾ കുക്ക് ചെയ്യുന്ന ഓയിലും ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇത് നിങ്ങൾ രണ്ടും ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ എപ്പോഴും വെളുത്തുള്ളി ഇഞ്ചിയേക്കായും കുറച്ച് കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ അതേ നമ്മൾ ഇഞ്ചിയും അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ അരച്ചെടുക്കുന്ന ഇഞ്ചി ആയാലും വെളുത്തുള്ളി ആയാലും നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഇനി ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ അടുത്ത ടിപ്പ് സമയലാഭം മാത്രമല്ല കേട്ടോ, ഒപ്പം തന്നെ ഗ്യാസ് നമുക്ക് ലാഭിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടിപ്പാണ്. മിക്ക വീടുകളിലും നമ്മൾ കടലക്കറി തയ്യാറാക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം കുറച്ച് കൂടുതൽ കടല വേവിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ കടലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അതിനായിട്ട് ഞാനിത് ഒരു നൈറ്റ് മൊത്തവും ഇട്ട് കുതിർത്തെടുത്തിട്ടുള്ള കടലയാണ്. ഈ കടല വേവിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ചോളം കൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ചോളം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ ഒന്ന് എടുക്കാം. ചോളം ഞാനിവിടെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ പുഴുങ്ങിയെടുക്കാം. പക്ഷേ ഞാനിത് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് പുഴുങ്ങിയെടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പുഴുങ്ങി സിപ്ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ള സമയത്ത് നമുക്ക് എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് മസാലയൊക്കെ ചേർത്തിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ചോളവും നല്ലപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും നമുക്ക് ഒരുമിച്ച് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കറിലേക്ക് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കടല ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് കടല വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളം കൂടി ചേർത്തിട്ട് കുക്കർ ഒന്ന് മാറ്റി വെക്കാം. ഞാൻ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ വീഡിയോയിൽ അത് കിട്ടിയില്ല. ഇനി നമുക്ക് കടലയോടൊപ്പം തന്നെ എങ്ങനെയാണ് ചോളം കൂടി വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് നല്ല അടപ്പുള്ളൊരു പാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചോളം ഇട്ട് കൊടുത്തിട്ട് അത് വേവാൻ ആവശ്യമുള്ള അത്രയും വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ അടച്ചതിന് ശേഷം ഈ കുക്കറിനുള്ളിലേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഇതുപോലെ പാത്രം നല്ലതുപോലെ അടച്ച് കുക്കറിലേക്ക് ഇറക്കി വെച്ച് ഒരു 5-6 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് ഉരുളൻകിഴങ്ങും മുട്ടയും ഒക്കെ തന്നെ നമുക്ക് കോംബോ ആയിട്ട് വേവിച്ചെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെ കോംബോ ആയിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സമയലാഭം മാത്രമല്ല ഗ്യാസും ലാഭമായിട്ട് കിട്ടും. ഞാനിവിടെ ഇത് വേവിച്ചെടുത്തതിന് ശേഷം സ്റ്റോർ കൂടി ചെയ്ത് വെക്കുന്നുണ്ട്. അതുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ കടലയും അതുപോലെ തന്നെ ചോളവും നല്ലതുപോലെ വെന്ത് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്രത്യേകം സിപ്ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് കടല സ്റ്റോർ ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെയുള്ള സിപ്ലോക്ക് ബാഗിനുള്ളിലേക്ക് നമ്മൾ നല്ലതുപോലെ വേവിച്ച് തണുത്ത കടല ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഇതിനുള്ളിലുള്ള എയർ നമുക്കൊരു സ്ട്രോ ഉപയോഗിച്ചിട്ട് വലിച്ചു കളഞ്ഞ് നല്ലതുപോലെ ടൈറ്റായിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു ആഴ്ച വരെയൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വേവിച്ച ചോളവും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ 3/4 ഭാഗത്തോളം കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കിയിട്ട് ഈ ഒരു കടല അതിലേക്ക് ഇട്ട് കൊടുത്ത് കടലക്കറി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഫ്രീസറിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കറി തയ്യാറാക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പെടുത്ത് പുറത്ത് വെച്ചാൽ മാത്രം മതി. കടലക്കറി തയ്യാറാക്കുമ്പോൾ അതിന് ടേസ്റ്റ് വ്യത്യാസം ഒന്നും തന്നെ ഉണ്ടാകുകയില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എല്ലാവരും.
ഇനി നമുക്ക് പച്ചമുളക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. പച്ചമുളക് എല്ലാവർക്കും പൊതുവേ സ്റ്റോർ ചെയ്യാൻ അറിയാവുന്നതാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലെ വെള്ളം നനവില്ലാത്തൊരു ബോക്സിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത പച്ചമുളക് ഇട്ട് വീണ്ടും അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ വെച്ച് അടച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഞാനതിൻ്റെ ഞെട്ട് കളയാറില്ല കേട്ടോ. ഞെട്ടോട് കൂടി തന്നെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അങ്ങനെ വെക്കുമ്പോഴാണ് കുറച്ചധിക കാലം നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പച്ചമുളക് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാനായിട്ട് മറക്കരുത്. ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സാധാരണ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാൽ പെട്ടെന്ന് ചീത്തയാകുന്ന ഒരു ഐറ്റമാണ് പനീർ. ഇതൊരു 2 ആഴ്ച വരെ കേടാകാതെ നമുക്ക് എങ്ങനെ സ്റ്റോർ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ പനീറിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയ രീതിയിൽ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ല ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ ആ ഒരു രീതിയിലും സ്റ്റോർ ചെയ്യാവുന്നതാണ്. പനീർ സ്റ്റോർ ചെയ്യാനായിട്ട് ഇതുപോലെ കവറിൽ നിന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ പനീർ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഫ്രീസറിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു റാക്കിൽ വെക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടും ഫ്രഷ് ആയിട്ടും തന്നെ നമുക്ക് പനീർ എടുക്കാനായിട്ട് കഴിയും. ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിടുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്നെടുത്ത് കറികളൊക്കെ തയ്യാറാക്കാനായിട്ട് കഴിയും. ഇനി പനീർ വാങ്ങിക്കൊണ്ട് വന്നാൽ കട്ടിയായിട്ട് പോകുമെന്ന് പ്രശ്നമുള്ളവരൊക്കെ ഈ ഒരു രീതിയിൽ പനീർ സ്റ്റോർ ചെയ്ത് നോക്കും. അടുത്ത ടിപ്പ് നമ്മളിതുപോലെ വലിയ ക്യൂബായിട്ടൊക്കെ ബട്ടർ വാങ്ങിക്കൊണ്ട് വരുമ്പം കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതെടുത്ത് കട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ട് നമ്മൾ ഇത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒരു ബോക്സിലാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ നിന്നൊരു ക്യൂബ് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഒരു ബോക്സിലേക്ക്. പലർക്കും ഇത് വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ടിപ്പുകളൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മുടെ അടുക്കളപ്പണി കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറികൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, കോളിഫ്ലവർ അതുപോലെ തന്നെ മട്ടറൊക്കെ തന്നെ എടുത്തിട്ടുണ്ട്. മിക്ക ഷോപ്പിംഗ് മോളുകളിലും നമ്മൾ ഇതുപോലെ ഫ്രോസൺ ചെയ്തിട്ടുള്ള പച്ചക്കറികൾ കാണാറുണ്ടല്ലേ. ആ ഒരു രീതിയിലാണ് ഞാനിവിടെ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. ഏത് പച്ചക്കറിയും നമുക്ക് ഈ ഒരു രീതിയിൽ ഫ്രോസൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം കേടാകാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാൻ ആദ്യം ഇവിടെ കുറച്ച് കോളിഫ്ലവർ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കറി വെക്കാൻ ഏത് വലിപ്പത്തിലാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയും കൂടി ഒഴിച്ച് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു അരമണിക്കൂർ ഈ ഒരു വെള്ളത്തിലേക്ക് കിടക്കട്ടെ നമ്മുടെ കോളിഫ്ലവർ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി പച്ചക്കറികൾ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ക്യാരറ്റാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബീൻസും അതുപോലെ തന്നെ കുറച്ച് മട്ടറും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് കറിയൊക്കെ തയ്യാറാക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഷോപ്പിംഗ് മോളിൽ നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രോസൺ വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമ്പം എന്തൊക്കെ പ്രിസർവേറ്റീവ്സ് ആണ് അവർ ചേർത്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെ നമ്മൾ വളരെ നാച്ചുറലായിട്ടാണ് പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രഷ്നെസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പോകുകയുമില്ല. അപ്പം ഞാൻ കുറച്ച് ബീൻസും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടറും കൂടെ തോടൊക്കെ പൊളിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള മട്ടറും അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും കോളിഫ്ലവറും ഒക്കെ ഓരോരോ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് ഫ്രോസൺ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കോളിഫ്ലവർ ഈ മഞ്ഞളിട്ട വെള്ളത്തിൽ നിന്ന് ഒന്ന് കോരി മാറ്റിയെടുക്കാം. വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് ചക്കയും ചീനിയും ഒക്കെ തന്നെ ഫ്രോസൺ ചെയ്ത് വെക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഫ്രോസൺ ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നല്ല തിളച്ച വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ഒരു വെള്ളത്തിലേക്കാണ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഉപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ്. അതിനുശേഷം ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടെ ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മാത്രം ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് കോരി നല്ലതുപോലെ തണുത്ത ഐസ് ക്യൂബ് ഇട്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു ചൂടുവെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ട് വെക്കരുത്. ഒരുപാട് നേരം ഇട്ട് വെച്ചാൽ നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തു പോകും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലപോലെ ഐസ് ക്യൂബ് ഇട്ടിരിക്കുന്ന തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഐസിട്ട വെള്ളത്തിൽ നിന്ന് എടുത്ത് നല്ലപോലെ ഒരു കിച്ചൺ ടവലിലേക്ക് വെച്ച് അതിൻ്റെ ഈർപ്പവും വെള്ളനനവും ഒക്കെ പോകത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചാൽ മാത്രം മതി. ഉണക്കിയെടുക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും വെയിലത്ത് വെക്കരുത്. ഒന്നുകിൽ ഫാനിൻ്റെ കീഴിൽ വെച്ച് ഉണക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കിച്ചൺ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് തോർത്തിയെടുത്താൽ മാത്രം മതി. നല്ലതുപോലെ വെള്ളത്തിൻ്റെ നനവൊക്കെ മാറ്റിയതിന് ശേഷം ഇതുപോലെ സിപ്ലോക്ക് ബാഗിലേക്ക് ആക്കിയിട്ട് ഒട്ടും തന്നെ എയർ കടക്കാത്ത രീതിയിൽ വേണം ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. ഈ സിപ്ലോക്ക് ബാഗിനുള്ളിലെ എയർ മാറ്റിയെടുക്കാനായിട്ട് ഒരു സ്ട്രോ ഉപയോഗിച്ചിട്ട് അതിനുള്ളിലെ എയറൊക്കെ സക്ക് ചെയ്തതിന് ശേഷം വേണം ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട്. സിപ്ലോക്ക് ബാഗിനുള്ളിൽ എയർ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ സ്ട്രോ ഉപയോഗിച്ചിട്ട് എയർ എല്ലാം വലിച്ചു കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി വെജിറ്റബിൾസും ഫ്രോസൺ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതുപോലെ സിപ്ലോക്ക് ബാഗിൽ ആക്കിയതിന് ശേഷം ഫ്രീസറിൽ വേണം കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണമേ. സെയിം രീതിയിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചൂടുവെള്ളത്തിലും ഐസ് വെള്ളത്തിലും ഒക്കെ ഇടുന്നത് കാണിക്കാത്തത്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഏത് വെജിറ്റബിൾസും ഫ്രോസൺ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ.